നമസ്കാരം. നിങ്ങൾ രാത്രി ഒരു 3 മണിക്ക് എഴുന്നേൽക്കാൻ തയ്യാറാണോ? മടിയൊന്നും കൂടാതെ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ പറയുന്ന പോലെ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതിന് ചെയ്യേണ്ടത് കുറച്ച് ചുണ്ണാമ്പ് സംഘടിപ്പിക്കണം. ഒരു പാത്രം എന്ന് ഉദ്ദേശിച്ച് ചെറിയൊരു കപ്പിൽ കുറച്ച് മഞ്ഞൾ കലക്കി അതിൽ ഈ ചുണ്ണാമ്പും കൂടി മിക്സ് ചെയ്ത് കലക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ്, പിന്നെ ഈ ചുവന്ന മുളകുണ്ട് അത് പൊട്ടിച്ചിട്ട്, അത് ചുവന്ന മുളക് പിന്നെ പൊടിച്ചതല്ല, പൊടിക്കാത്ത മുളക്, അത് പൊട്ടിച്ച് അതിലിടുക ഒരു 3 എണ്ണം, കുറച്ച് കല്ലുപ്പും. എന്നിട്ട് കുറച്ച് കർപ്പൂരം കൂടി അതിലിട്ടിട്ട് മൊത്തത്തിൽ ഇളക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം, രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നമ്മളിത് ചെയ്യുമ്പോൾ മനസ്സിൽ കാലുമടക്കിയിരുന്ന് മനസ്സിൽ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടും എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ഇതോടുകൂടി മാറിപ്പോകുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നല്ല രീതിയിൽ എന്നിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപും, ഇതെല്ലാം ഈ വെള്ളമെല്ലാം ഞാനീ പറഞ്ഞത് കലക്കി റെഡിയാക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഇതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് നമ്മളിത് കണ്ണടച്ച് മനസ്സിൽ മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി നമ്മൾ മനസ്സിൽ ഇത് മാത്രം ചിന്തിക്കണം. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന്, ഇനി മുതൽ എനിക്കങ്ങോട്ട് സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്ന് ഇനി ധാരാളം പൈസ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് നമ്മളത് മനസ്സിൽ കരുതണം. എന്നിട്ട് നമ്മൾ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം എനിക്ക് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്നു എന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ കലക്കി വെച്ചിട്ട് നമ്മുടെ മുന്നിൽ തന്നെ വെച്ച് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്കിതെല്ലാം കിട്ടിക്കഴിഞ്ഞതായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എല്ലാ ബുദ്ധിമുട്ടും മാറി സാമ്പത്തികമായി ഞാനിപ്പോൾ നല്ല രീതിയിലാണ്, ഒരുപാട് പണം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ദിവസവും എല്ലാ ദിവസവും എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ഇത് മുന്നിൽ വെച്ചിട്ട് അത് ചിന്തിച്ച് കഴിഞ്ഞ് കണ്ണടച്ച് നമ്മുടെ ദൈവത്തെ കൈകൂപ്പി ചിന്തിച്ച് കഴിഞ്ഞ് നമ്മളത് എടുത്തിട്ട് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇത് കൊണ്ടുപോയി ഒഴിക്കണം. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇത് കൊണ്ടുപോയി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറി. ഇതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ രാത്രി തന്നെ മാറുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രയാസം വന്നാലും അതിനുള്ള പണം നമുക്ക് എവിടുന്നെങ്കിലും അത് നമുക്ക് ആ കാശ് വന്ന് എത്തിച്ചേരും നമ്മളിലേക്ക്. അത് യൂണിവേഴ്സൽ നിയമമാണത്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരും. ഒരു സംശയം വേണ്ട. വിശ്വാസത്തോടു കൂടി നിങ്ങളത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളിലേക്ക് വന്നെത്തും. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം മാറി അതിനുള്ള പണം പല വഴിക്കിലൂടെയായി നിങ്ങളിലേക്ക് വന്നെത്തി പിന്നീട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി പതുക്കെ നിങ്ങൾ സാമ്പത്തികമായി ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് വിശ്വാസത്തോടു കൂടി ചെയ്ത 100% ഇത് ഉറപ്പായ കാര്യമാണ്. പുലർച്ചെ എഴുന്നേൽക്കണം എന്ന് മാത്രം. നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ തന്നെ അതിനൊക്കെ റിസ്ക് എടുത്ത് ചെയ്തേ പറ്റൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ 100% ഇത് കാര്യം നടക്കും. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ അതിന് എല്ലാ ഇതും പറഞ്ഞു തരുന്നതാണ്. എന്താ വേണ്ടിച്ചാൽ അതുപോലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, ജീവിതത്തിലുള്ള ദുരിതങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ജീവിതത്തിലുള്ള എന്ത് പ്രശ്നത്തിനും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വിഷയത്തെക്കുറിച്ചായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് എന്ത് വിഷയമാണോ നേടാനുള്ളത് ആ വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടത്. ഇത് അപ്പോൾ നമ്മളിലേക്ക് നമ്മൾ എന്താണോ യൂണിവേഴ്സിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ നൽകുന്ന സന്ദേശം
അതിനനുസരിച്ച് തിരിച്ച് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് പോസിറ്റീവായി തന്നെ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. എല്ലാവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറി നല്ല രീതിയിൽ എല്ലാവരും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ എല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.